ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം എക്സാമിന്റെ ഓണം എക്സാമിന്റെ മലയാളം പാഠപുസ്തകത്തിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താഴെ കൊടുത്തിട്ടുള്ള 6 പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരം എഴുതണം. 2 മുതൽ 6 വരെ പ്രവർത്തനങ്ങളിൽ 4 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം. താഴെ തന്നിരിക്കുന്ന പദ്യഭാഗം വായിച്ച് ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പാറി നടക്കും പൂമ്പാറ്റെ, എവിടെ നിങ്ങൾ പോകുന്നു? എന്റെ വീട്ടിൽ പോന്നാലോ ഞാൻ, ഒരു കുടം തേനു തരാം. വയലേലകളിൽ പാറി നടന്നാൽ കുഞ്ഞിച്ചിറക് തളരൂലേ, എന്റെ കൂടെ പോന്നാൽ ഞാൻ പൊന്നുപോലെ നോക്കിയിടാം. അത്തിമരത്തിൽ താഴെ പൊത്തിൽ എനിക്കുമുണ്ടൊരു വീട്, അച്ഛനുണ്ട് അമ്മയുണ്ട് അനിയനുമുണ്ട് വീട്ടിൽ. കഥ പറയാൻ കൂട്ടിനായി മുത്തശ്ശിപ്പൂവും പാട്ട് പാടാൻ കൂട്ടിനായി വലിയൊരു പുഴയും ഉണ്ടല്ലോ. ഇതില് ആദ്യത്തെ ചോദ്യം, കഥ പറയാൻ കൂട്ടിനായി ആരുണ്ടെന്നാണ് പൂമ്പാറ്റ പറയുന്നത്? അത്തിമരം, മുത്തശ്ശിപ്പൂവ്, പുഴ, അച്ഛൻ. അല്ലെ? കവിത വായിച്ചാല് കഥ പറയാൻ കൂട്ടിനായിട്ട് ആരാണ്? മുത്തശ്ശിപ്പൂവ്. അല്ലെ? ഭംഗി എന്ന വാക്കിന് പകരം പദം എഴുതുക. അഴക്, മനസ്സ്, മാനം, രൂപം. ഏതാണ്? അഴക് എന്നാണ്. വയലേലുകളിൽ പാറി നടന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് കുട്ടി പറഞ്ഞത്? പാട്ട് പാടാം, കുഞ്ഞിച്ചിറക് തളരും, തേൻ കുടിക്കാം, പുഴയിൽ കളിക്കാം. അല്ലെ? അതുപോലെ തന്നെ അച്ഛനുണ്ട് എന്ന വാക്ക് പിരിച്ചെഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? കുഞ്ഞിച്ചിറക് തളരും. നാലാമത്തത് എ, അച്ഛൻ അധികം ഉണ്ട്. പ്രവർത്തനം 2 ജീവചരിത്രക്കുറിപ്പ്. തന്നിരിക്കുന്ന വിവരങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന വിവരങ്ങളും ഉൾപ്പെടുത്തി ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മലയാള സാഹിത്യ ലോകത്തെ പ്രധാന കവി, 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, ഒരു കുലം മുന്തിരിങ്ങ, വെണ്ണക്കല്ലിന്റെ കഥ എന്നിവ പ്രധാന കൃതികൾ. 2020 ഒക്ടോബർ 15 അന്തരിച്ചു. ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. 1926 മാർച്ച് 18 പാലക്കാട് ജില്ലയിലെ കുമരനല്ലൂരിൽ ജനനം. അമേറ്റൂർ അക്കിത്തത്തിന് മനയിൽ വാസുദേവൻ നമ്പൂതിരിയും ചേകൂർ മനയ്ക്കൽ പാർവതി അന്തർജനവുമാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. 2008 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു. 2019 ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചു. 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, വെണ്ണക്കല്ലിന്റെ കഥ, ബലിദർശനം, മനസാക്ഷിയുടെ പൂക്കൾ, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, ഒരു കുലം മുന്തിരിങ്ങ, കുട്ടിക്കവിതകൾ എന്നിവയാണ് പ്രധാന കൃതികൾ. 2020 ഒക്ടോബർ 15 അദ്ദേഹം അന്തരിച്ചു. പ്രവർത്തനം 3 സംഭാഷണം എഴുതാം. മേടക്കാറ്റ് പട്ടൂസിനെ ആബിദക്കുട്ടിയുടെ അടുത്ത് എത്തിക്കുന്നു. എന്നാൽ ആബിദക്കുട്ടിക്ക് മേടക്കാറ്റിനെ കാണാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം കണ്ടുമുട്ടുന്ന ആബിദക്കുട്ടിയും മേടക്കാറ്റും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആബിദക്കുട്ടി: കാറ്റമ്മാവ, വളരെ സന്തോഷമുണ്ട് കാണാൻ സാധിച്ചതിൽ. ഇന്നലെ എപ്പോഴാണ് പട്ടൂസുമായി എത്തിയത്? കാറ്റമ്മാവൻ: നേരം ഒരുപാട് വൈകി ഞങ്ങൾ എത്തിയപ്പോൾ. ആബിദക്കുട്ടി നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ടാണ് ഉണർത്താതിരുന്നത്. ആബിദക്കുട്ടി: ഞാൻ പട്ടൂസിനോട് പറഞ്ഞതാണ് ഒത്തിരി ദൂരം പോകരുതെന്ന്, അവൻ അനുസരിച്ചില്ല. കാറ്റമ്മാവൻ: പട്ടൂസ് ആകാശത്തിലെത്തിയപ്പോൾ ആകെ പേടിച്ചു പോയി. അപ്പോൾ അമ്പിളിമാമൻ എന്നെ വിളിച്ചു. തുടർന്ന് ഞാൻ പട്ടൂസിനെ കൊണ്ട് ആബിദക്കുട്ടിയുടെ അടുത്തെത്തി. ആബിദക്കുട്ടി: നന്ദി കാറ്റമ്മാവ, തക്ക സമയത്ത് അവനെ എന്റെ അടുത്ത് എത്തിച്ചല്ലോ. കാറ്റമ്മാവൻ: ശരി, ഞാൻ ഇടയ്ക്ക് നിങ്ങളെ കാണാൻ വരാം. പ്രവർത്തനം 4 കാഴ്ചകൾ എന്തെല്ലാം. ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിൾ സവാരിയിൽ കണ്ട കാഴ്ചകൾ എന്തെല്ലാമെന്ന് സങ്കല്പിച്ചു എഴുതുക. കളകളം പാടി ഒഴുകുന്ന നദികൾ, തലയുയർത്തി നിൽക്കുന്ന മലകൾ, പച്ചപ്പുൽമേടുകൾ, നൃത്തം ചെയ്യുന്ന മയിലുകൾ, തിരമാലകൾ, കയറിയിറങ്ങി വീശിയടിക്കുന്ന കടൽ, പച്ചവിരിച്ച പാടങ്ങൾ, മനോഹരമായ പൂന്തോട്ടങ്ങൾ, കൂറ്റൻ കെട്ടിടങ്ങൾ, വിവിധ തരം ജന്തുജാലങ്ങൾ എന്നിവയാണ് സൈക്കിൾ സവാരിയിൽ ചന്ദ്രൻ കാണുന്നത്. അടുത്ത ചോദ്യം, കഥ പൂർത്തിയാക്കാം. ഒരു കുളത്തിൽ 2 പരൽ മത്സ്യങ്ങൾ പാർത്തിരുന്നു. 2 പേരും വെളുത്തു തിളങ്ങുന്ന സുന്ദരികളായിരുന്നു. അവർ വെള്ളത്തിൽ തുള്ളിച്ചാടി നീന്തി കളിച്ച് രസിച്ചു. അങ്ങനെ ഇരിക്കെ അവർക്ക് തങ്ങളിൽ ആരാണ് കൂടുതൽ സുന്ദരി എന്ന് തർക്കമുണ്ടായി. എനിക്കാണ് നിന്നേക്കാൾ ഭംഗി, ഒരുവൾ പറഞ്ഞു. അല്ലല്ല, ഞാനാണ് നിന്നേക്കാൾ സുന്ദരി എന്നാണ് ഈ കുളത്തിലുള്ളവരെല്ലാം പറയുന്നത്. എന്നാൽ നമുക്ക് തർക്കിക്കേണ്ട, ഈ കാര്യത്തിൽ മുതലച്ഛന്റെ അഭിപ്രായം സ്വീകരിക്കാം.
പിന്നീട് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? കഥ പൂർത്തിയാക്കുക. അങ്ങനെ അവർ മുതലച്ഛനോട് അഭിപ്രായം ചോദിച്ചു. നിങ്ങൾ രണ്ടാളും സുന്ദരിമാർ തന്നെ. നിങ്ങൾ എന്റെ അടുത്ത് വന്നാൽ ഞാൻ എന്റെ അഭിപ്രായം പറയാം. നിങ്ങൾ മടിക്കാതെ അടുത്തു വരൂ, മുതലച്ഛൻ ആവശ്യപ്പെട്ടു. സുന്ദരിമാർ അതനുസരിച്ചു. അവർ രണ്ടുപേരും മത്സരിച്ച് മുന്നോട്ട് നീങ്ങി. മുതലയുടെ വായയുടെ തൊട്ട് മുന്നിലെത്തി. മുതല മുന്നോട്ട് നീങ്ങി വായ തുറന്നു. മീനുകൾ രണ്ടും മുതലയുടെ വായയുടെ തൊട്ട് മുന്നിലെത്തി. അതോടെ അവരുടെ കഥ കഴിഞ്ഞു. അവസാനത്തെ പ്രവർത്തനം 6 കത്ത് തയ്യാറാക്കാനാണ്. നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ എന്ന പാഠഭാഗം ഇഷ്ടപ്പെട്ടുവല്ലോ. സ്റ്റീഫൻ വില്യം ഹോക്കിങ്ങിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരന് ഒരു കത്ത് തയ്യാറാക്കുക. കത്ത് തയ്യാറാക്കുമ്പോൾ അതിന്റെ ഫോം മനസ്സിലാക്കി വെക്കുക. ഡേ എഴുതാം, സ്ഥലം എഴുതാം. പ്രിയപ്പെട്ട സിനിക്ക്, എന്തുണ്ട് വിശേഷം? സുഖമാണോ? വീട്ടിൽ എല്ലാവരും സുഖമായിരിക്കുന്നോ? നീ നന്നായി പഠിക്കുന്നുണ്ടല്ലോ. വളരെ സന്തോഷത്തോടും എന്നാൽ കുറച്ച് വിഷമത്തോടുമാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഇന്നലെ മലയാളം ക്ലാസ്സിൽ പ്രതിസന്ധികളെ മറികടന്ന് വിജയം കൈവരിച്ച സ്റ്റീഫൻ വില്യം ഹോക്കിങ്ങിനെ കുറിച്ചുള്ള കഥ ടീച്ചർ പറഞ്ഞു തന്നു. കഥ കേട്ടപ്പോൾ സങ്കടം തോന്നിയെങ്കിലും പിന്നീട് സന്തോഷവും ആത്മവിശ്വാസവും എന്നിലുണ്ടായി. പരിശ്രമിച്ചാൽ നേടാൻ പറ്റാത്തതായി ഒന്നും ഇല്ലെന്ന് ആ കഥയിലൂടെ ഞാൻ മനസ്സിലാക്കി. ഈ ചിന്ത നിന്നിലും ഉണ്ടാകണം. ബാക്കി വിശേഷങ്ങൾ നേരിൽ കാണുമ്പോൾ പറയാം. നിർത്തട്ടെ. സ്നേഹത്തോടെ, പ്രിയ. ഇനി ഇതുപോലെയാണ് നിങ്ങൾ കത്തൊക്കെ എഴുതേണ്ടത്. വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.